എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് മുള്ളൻ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് മുളകിട്ട് കറി വെക്കാം. ബാക്കിയുള്ളത് കുറച്ച് ഉപ്പിട്ടിട്ട് മാറ്റി വെക്കുകയും ചെയ്യാം കേട്ടോ, ഫ്രിഡ്ജിലാക്കി വെക്കാം. അപ്പം സാധാരണ മുളകിട്ട് കറി വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതും വയ്ക്കുന്നത്. അതായത് തക്കാളി അരിഞ്ഞ് ചേർക്കുക, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി ചതച്ച് ചേർത്തതും കൂട്ടി തിരുമ്മി പിഴിഞ്ഞ് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ചേർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് പുളിവെള്ളം ചേർത്തൊഴിച്ച് ആവശ്യത്തിന് വേണ്ട വെള്ളവും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഉപ്പും ചേർത്തിട്ട് കല്ലുപ്പും കൂടി ചേർത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വറ്റിയതിന് ശേഷം മാത്രം മീനിട്ട് കൊടുത്താൽ മതി. ഈ മുള്ളൻ എന്ന് പറഞ്ഞ മീനൊക്കെ ഒട്ടും വേവില്ലാത്ത മീനാണ്. ഒരു 2 മിനിറ്റ് പോലും വേണ്ട ശരിക്കും അത് വെന്ത് കിട്ടാനായിട്ട്. അപ്പം നല്ലോണം ചാറൊക്കെ വറ്റി ഒന്ന് കുറുകിയതിന് ശേഷം മാത്രം മീനിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിത് നാളത്തേക്കും കൂടി വേണ്ടതായതുകൊണ്ട് കുറച്ച് ചാറൊക്കെ വെച്ചിട്ടാണ് കറിയാക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി തൂവി കൊടുത്താലാണ് കറി ഫുള്ളാവുള്ളൂ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നാളത്തേക്ക് പ്രത്യേക ടേസ്റ്റാണ്. ഇനി ബാക്കി മീൻ നമുക്ക് കുറച്ച് ഉപ്പിട്ടെടുക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ്. നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് താഴെ കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുക. ഈ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ അതിൻ്റെ മുകളിൽ നിരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു സെറ്റ് മുഴുവൻ ലെയറായി കഴിഞ്ഞാൽ നിറച്ചും ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള മീനും കൂടി ഇട്ടിട്ട് വീണ്ടും ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ആ പ്രൊസീജിയേഴ്സ് അതിങ്ങനെ മീൻ എത്ര ഉണ്ടോ അതിനനുസരിച്ച് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാനുള്ളതാണ്. ഇത് പിറ്റേ ദിവസം ആകുമ്പോൾ ഈ മീനിൽ ഈ ഉപ്പൊക്കെ അലിഞ്ഞ് ചേർന്നിട്ട് കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം നമ്മൾ മാറ്റി ഊറ്റിക്കളഞ്ഞ് വീണ്ടും ഫ്രിഡ്ജിനകത്തോട്ട് തന്നെ വെക്കാം. ഞാൻ ഈ രീതിയിലാണ് കേട്ടോ മീൻ എപ്പോഴും ഉപ്പിട്ട് ഉണക്കി വെക്കുന്നത്. ഫ്രിഡ്ജിനകത്തോട്ട് തന്നെയാണ് വെക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അങ്ങനെ അത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്താക്കി മാറ്റി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിന്ന് ഡിന്നറിന് ഉള്ള സ്പെഷ്യൽ കാണാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് പൊന്നിരി ചോറുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സാമ്പാറുണ്ട്, വെണ്ടയ്ക്ക സാമ്പാറുണ്ട്, പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിയ കുറച്ച് മീൻ മുളകിട്ട മുള്ളൻ കറിയുണ്ട്, പിന്നെ മത്തി മുട്ട പനഞ്ഞിൽ അത് ഫ്രൈ ചെയ്തതുകൊണ്ട് കേട്ടോ. ഇതൊക്കെയാണ് രാത്രിയിൽ ഡിന്നറിനുണ്ടായിരുന്ന സ്പെഷ്യൽ. പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമല്ല, എന്നാലും